നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതൊരു വലിയ ചെസ് കളി പോലെയാണ്. ഓരോ നീക്കത്തിനും പ്രത്യാഘാതങ്ങളുണ്ട്. പക്ഷേ ഇത്തവണ ഒരു നീക്കം വമ്പൻ തിരിച്ചടിയായിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പറയുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ വരെ ഇത് പിടിച്ചുലയ്ക്കുന്നുവെന്നാണ്. ശരി, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാം. ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ നമ്മൾ ആദ്യം കണ്ടത് അമേരിക്കയിൽ തന്നെയാണ്. ട്രംപ് എടുത്ത ഒരൊറ്റ തീരുമാനം അതെങ്ങനെയാണ് അമേരിക്കൻ മാർക്കറ്റുകളെ ആകെ മൊത്തം പിടിച്ചുകുലുക്കിയതെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. അമേരിക്കൻ നഗരങ്ങളിലെ അവസ്ഥ വളരെ പെട്ടെന്നാണ് മോശമായത്. സൂപ്പർ മാർക്കറ്റുകളിൽ പോയാൽ ഷെൽഫുകളൊക്കെ കാലി. സാധാരണക്കാർക്ക് വാങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ സാധനങ്ങളുടെ വില മുകളിലോട്ട് കുതിച്ചു. സ്വാഭാവികമായും ഇതിൽ ദേഷ്യം വന്ന ജനങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങി. അതായിരുന്നു പിന്നീടുള്ള കാഴ്ച. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വരുന്നുണ്ടാവും അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ അമേരിക്ക എങ്ങനെയാണ് ഇങ്ങനെയൊരു പ്രതിസന്ധിയിൽ ചെന്നുപെട്ടത്? ഇതിന്റെ എല്ലാം ഉത്തരം ട്രംപ് ഭരണകൂടമെടുത്ത ഒരൊറ്റ തീരുമാനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെ, ഈ കാണുന്ന പ്രതിസന്ധിയുടെ എല്ലാം തുടക്കം ട്രംപ് ഭരണകൂടം ഇന്ത്യയെ ലക്ഷ്യം വെച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു. ഒരു തരം സാമ്പത്തിക ചോദാട്ടം എന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, മരുന്നുകൾ, അങ്ങനെ പലതും. ഇതിനെല്ലാത്തിനും ട്രംപ് ഭരണകൂടം 25% അധിക നികുതി, അതായത് ടാരിഫ് അങ്ങ് ഏർപ്പെടുത്തി. ഇന്ത്യയെ സാമ്പത്തികമായി ഒന്ന് പ്രഷർ ചെയ്ത് നിങ്ങളുടെ വരുതിക്ക് നിർത്താമെന്നായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ആ കണക്കുകൂട്ടലുകൾക്ക് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. ട്രംപിന്റെ ഈ നീക്കത്തിന് ഇന്ത്യ കൊടുത്ത മറുപടി അത് അമേരിക്ക സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കളിയുടെ ഗതി തന്നെ അത് മാറ്റിമറിച്ചു. അതെ, ഇന്ത്യ വെറുതെ ഒരു പ്രസ്താവന ഇറക്കി മിണ്ടാതിരുന്നില്ല. അല്ല, പകരം അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇത് അമേരിക്ക ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പണി ഇതായിരുന്നു. ആയിരക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലുമായി വന്ന അമേരിക്കൻ എണ്ണക്കപ്പലുകളെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ അങ്ങ് തടഞ്ഞുവെച്ചു. അമേരിക്കയുടെ എനർജി മാർക്കറ്റിനെയും സമ്പദ്വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു നീക്കമായിരുന്നു അത്. ഇന്ത്യയുടെ പ്ലാൻ സിമ്പിളായിരുന്നു, പക്ഷെ വളരെ പവർഫുൾ. 2 കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഒന്ന്, താരിഫ് പിൻവലിക്കാതെ അമേരിക്കൻ എണ്ണക്കപ്പലുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ലെന്ന് കട്ടായം പറഞ്ഞു. 2, അമേരിക്കൻ എക്കണോമിയുടെ നെടുംതൂണുകളായ 10 വലിയ കമ്പനികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങി. ഇന്ത്യയുടെ ഈ കടുംപിടുത്തം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലുണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമായിരുന്നില്ല. സിമ്പിളായി പറഞ്ഞാൽ ട്രംപിന്റെ നയം അദ്ദേഹത്തിന് തന്നെ ഒരു കെണിയായി മാറി. താരിഫിനു മുൻപ് സാധാരണ വിലയ്ക്ക് കിട്ടിയിരുന്ന പല സാധനങ്ങൾക്കും താരിഫ് വന്നതോടെ തീവിലയായി. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി നിന്നതോടെ അമേരിക്കൻ കടകളിലെ ഷെൽഫുകൾ കാലിയാവാൻ തുടങ്ങി. ഇത് സാധാരണക്കാരുടെ ജീവിതം ശരിക്കും ബുദ്ധിമുട്ടിലാക്കി. ഇനി കണക്കുകൾ നോക്കിയാലോ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബർ മാസം മാത്രം അമേരിക്കയുടെ ഇറക്കുമതിയിൽ 28% ഇടിവാണ് ഉണ്ടായത്. 28%. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെ സംബന്ധിച്ച് അതൊരു ഷോക്ക് തന്നെയാണ്. ഇതിന് പ്രധാന കാരണം ഇന്ത്യയുമായുള്ള ഈ വ്യാപാര തർക്കമായിരുന്നു. അപ്പോൾ എന്തുപറ്റി? ട്രംപിന് എല്ലാ ഭാഗത്തു നിന്നും പ്രഷർ വരാൻ തുടങ്ങി. തെരുവിൽ സാധാരണ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു, കോൺഗ്രസിലെ നിയമനിർമ്മാതാക്കൾ എതിർക്കുന്നു, നഷ്ടം സഹിക്കാൻ വയ്യാതെ വലിയ കമ്പനികൾ പരാതിപ്പെടുന്നു. എന്തിനേറെ, സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പുകൾ വന്നു തുടങ്ങി. പക്ഷേ ഈ പ്രശ്നം അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇടയിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ. ലോകത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ സമവാക്യങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഈ സമയത്താണ് അമേരിക്ക അടുത്തൊരു അബദ്ധം കാണിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലുമൊക്കെയുള്ള സെമി കണ്ടക്ടറുകളിലെ അതിൻ്റെ വിതരണത്തിനായി സിലിക്ക പാക്ക് എന്ന പേരിൽ ഒരു പുതിയ ആഗോള സഖ്യം തുടങ്ങി. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ടെക്നോളജിയിൽ ഇത്രയും മുന്നോട്ടു പോകുന്ന ഇന്ത്യയെ അവർ മനഃപൂർവ്വം ഒഴിവാക്കി. അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ആ സഖ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഈ സംസാരം വന്നു തുടങ്ങി. ഇന്ത്യയെപ്പോലൊരു ടെക്നോളജി പവറിനെ ഒഴിവാക്കിയത് ശരിയായില്ല. ഇന്ത്യയില്ലാതെ ഈ സപ്ലൈ ചെയിൻ ഒരു 30% വീക്കാണെന്ന്. ഈ സംഭവങ്ങളെല്ലാം ഒരൊറ്റ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലോകവേദിയിൽ ഒരു പുതിയ കരുത്തുള്ള ഇന്ത്യ ഉദയം ചെയ്യുകയായിരുന്നു. പ്രഷറിന് വഴങ്ങാത്ത, സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യ. ഇന്ത്യ ഈ നീക്കങ്ങളിലൂടെ ലോകത്തിന് കൊടുത്ത മെസ്സേജ് വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിരുന്നു. ഇനി ആര് പ്രഷർ ചെയ്താലും അത് അമേരിക്കയാണെങ്കിൽ പോലും ഇന്ത്യ വഴങ്ങില്ല. ഇന്ത്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ ഇന്ത്യ തന്നെ തീരുമാനിക്കും. ഒരാൾ ഈ സാഹചര്യത്തെപ്പറ്റി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്തവണ ചരിത്രം എഴുതുന്നത് ഇന്ത്യയാണ്, ലോകം മുഴുവൻ അത് വായിക്കുന്നു. ശരിയല്ലേ?
ഒരു കാലത്ത് അമേരിക്കയുടെ തീരുമാനങ്ങൾക്കായി കാത്തിരുന്ന രാജ്യങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെ അതേ നാണയത്തിൽ നേരിടുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇതൊരു പുതിയ ഗ്ലോബൽ പൊളിറ്റിക്കൽ യുഗത്തിന്റെ തുടക്കമാണോ? സാമ്പത്തിക ശക്തി ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ കയ്യിലൊതുങ്ങാതെ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ അവരവരുടെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.